ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളാണ്. അവിടെ കർത്താവ് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് നാം വായിക്കുന്നത്, രാജാവ് അനേക വേണ്ടപ്പെട്ടവരെയും പ്രധാനികളെയും ഒക്കെ ക്ഷണിച്ചിരുന്നു. പക്ഷേ തക്ക സമയത്ത് അവരൊന്നും വിവാഹത്തിന് വന്നില്ല. അപ്പോൾ മകൻ്റെ കല്യാണ സദ്യയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ ആ കല്യാണ സദ്യയ്ക്ക് ഇനി ആരാണ് വരിക? അപ്പോൾ ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വഴിത്തലക്കിലും പെരുവഴികളിലുമൊക്കെ ചെന്ന് കാണുന്നവരെയൊക്കെ സദ്യയ്ക്ക് വിളിക്കുക എന്ന്. അങ്ങനെ അനേകം പേര് സദ്യയ്ക്കായിട്ട് വരുന്നു. കല്യാണ സദ്യ അവർ ആസ്വദിച്ചു കൊണ്ടിരുന്നപ്പോൾ രാജാവ് തൻ്റെ വിരുന്നുകാരെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഓരോരുത്തരുടെയും അടുത്ത് പോയി ഓരോരുത്തരോടും ആ രാജാവ് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഒരു വ്യക്തി കല്യാണ വസ്ത്രം ധരിക്കാതെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ചോദിക്കുന്നു, സ്നേഹിത, നീ എങ്ങനെയാണ് ഈ കല്യാണ വസ്ത്രം ധരിക്കാതെ ഇതിനകത്ത് വന്നത്? എന്നിട്ട് ഉടനെ തന്നെ ഭൃത്യന്മാരോട് പറയുന്നു, ഇവനെ പുറത്താക്കി ഇവനെ ശിക്ഷിക്കുക എന്ന്. വലിയ കഠിന ശിക്ഷയാണ് അവന് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ഈ കല്യാണ വസ്ത്രം? അപ്പോൾ ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, ഇത് ദൈവം, അതായത് ദൈവരാജ്യത്തിൻ്റെ ഒരു ഉപമയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ പുത്രന് വേണ്ടി കല്യാണത്തിന് ക്ഷണിച്ചവർ വന്നില്ല. അപ്പോൾ പിന്നെ എല്ലാവരെയും വിളിച്ചു. അനേകം പേര് വന്നു. എല്ലാവരും അവിടെ കല്യാണ സദ്യക്ക് ഇരുന്നു എന്നും നമ്മൾ കണ്ടു. പിന്നെ എന്താണ് ഈ ഒരു വ്യക്തി കല്യാണ വസ്ത്രം ധരിക്കാഞ്ഞത്? അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു കല്യാണത്തിന് പോകുമ്പം ഏറ്റവും നല്ല വസ്ത്രവും നല്ല ഒരുക്കവും ഒക്കെ ആയിട്ടാണ് അവിടെ പോകുന്നത്. അതെന്താണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ കല്യാണത്തിന് വിളിച്ച വ്യക്തികളെ മാനിക്കത്തക്കവണ്ണം യോഗ്യമായ വസ്ത്രം ധരിച്ചാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കാം. കാരണം ഒരു യോഗ്യമായ വസ്ത്രം, അതായത് ഇത്ര വിലപിടിപ്പുള്ളതെന്നുള്ളതല്ല, അതിൽ ആ കല്യാണത്തിന് വിളിച്ചവരെ ബഹുമാനിക്കത്തക്കവണ്ണമുള്ള വസ്ത്രം ധരിക്കണം, അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച്. അങ്ങനെയാണല്ലോ. ഇവിടെ എന്തുകൊണ്ട് രാജാവ് ഇവിടെ കോപിതനായി എന്ന് വെച്ചാൽ, ഇത് വാസ്തവത്തിൽ കർത്താവിൻ്റെ നീതിയാണ് കാണിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. കർത്താവിൻ്റെ ആ നീതിയുടെ വസ്ത്രമാണ് ഇന്ന് നമ്മെ കർത്താവ് ഉടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നീതിയുടെ വസ്ത്രമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നാം നേടിയെടുക്കുന്ന നീതിയല്ല. കർത്താവ് നമ്മൾക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപത്തിന് വേണ്ടി കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നു എന്നുള്ളതിനെ സ്വീകരിച്ച് അതിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ നീതി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഏദൻ തോട്ടത്തിലും ഇത് തന്നെ കാണുന്നു. ആദമും ഹവ്വയും അവർ പാപം ചെയ്തു. പാപം ചെയ്തപ്പോഴാണ് അവർ നഗ്നരാണെന്ന് അറിയുന്നത്. അപ്പോൾ ഓടിച്ചെന്ന് എന്താ ചെയ്യുന്നത്? അത്തിയില കൊണ്ട് തുന്നിയിട്ട് അവർക്ക് വസ്ത്രമുണ്ടാക്കുന്നു. കർത്താവ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഉടനെ തന്നെ ഒരു മൃഗത്തെ കൊന്നിട്ട് അതിൻ്റെ തോൽ കൊണ്ട് ഇവർക്ക് വസ്ത്രമുണ്ടാക്കി കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ഈ മൃഗത്തെ കൊല്ലുന്നതും അതിൻ്റെ തോല് കൊണ്ട് ഉടുപ്പിക്കുന്നതുമെല്ലാം കർത്താവിൻ്റെ കാൽവറി യാഗത്തെക്കുറിച്ച് ആണ് പറയുന്നത്. അത്
കർത്താവ് കാൽവറിയിൽ യാഗമായപ്പോൾ നാം വിശ്വസിക്കുന്ന ഏവരുടെയും പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു തന്നു. ഇനി നമ്മുടെ നീതിയല്ല, സ്വയം നീതിയല്ല, നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മളെ നീതീകരിക്കാൻ സാധ്യമല്ല. കർത്താവിൻ്റെ നീതിയാണ് നാം ധരിക്കേണ്ടത്. ഇനി കർത്താവിൻ്റെ നീതി ധരിക്കാത്തവർക്ക് വലിയ ശിക്ഷ ലഭിക്കും, അവരെ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും എന്നുള്ളതാണ് കർത്താവ് പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും. നാം കുറേ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് വിചാരിക്കരുത് നാം എന്തോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന്. അല്ല, നമ്മുടെ പ്രവൃത്തികൾക്ക് എല്ലാത്തിൻ്റെയും അന്തർലീനമായി കിടക്കുന്ന ചില സ്വാർത്ഥതകളുണ്ട്, ചില ദുഷ്ടവിചാരങ്ങളുണ്ട്, അല്ലേ വലിയവരാകണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇതൊക്കെയും സ്വാർത്ഥതയിൽ നിന്ന് വരുന്നതാണ്. എന്നുകൊണ്ട് നന്മ പ്രവർത്തിക്കേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ കർത്താവിൻ്റെ നീതി അല്ലാതെ ശരിയായിട്ടുള്ള ഒരു നീതി നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടും നമുക്ക് കാണിക്കാൻ സാധ്യമല്ല. കാരണം മനുഷ്യർ പാപമയമായ സ്വഭാവമാണ് മനുഷ്യൻ്റേത്, സ്വാർത്ഥത നിറഞ്ഞ സ്വഭാവമാണ്. എന്നാൽ നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ നീതിയെ നാം ധരിക്കുമ്പോൾ നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുന്നു. അല്ലാതെ നമ്മുടെ പ്രവൃത്തികളല്ല. എന്നാൽ പ്രവൃത്തികൾക്ക് നമുക്ക് പ്രതിഫലം തീർച്ചയായിട്ടുമുണ്ട്. അത് ഒരു പ്രയോജനമില്ലാതെ പോവുകയില്ല, അതിന് പ്രയോജനമുണ്ട്. എന്നാൽ അത് ഏറ്റവും അധികം നാം കർത്താവിനെ മാനിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ നീതി വസ്ത്രം നാം ധരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. അങ്ങനെ നാൾതോറും നമ്മുടെ ജീവിതത്തെ പുതുക്കി ജീവിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. പ്രൈസ്.